ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ ആദർശ് രവീന്ദ്രൻ. ശരിയായ രീതിയിൽ ആത്മാർത്ഥമായി പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഉറപ്പായും ഗവൺമെന്റ് ജോലി ലഭിക്കും. ശരിയായ രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പഠിക്കുക, റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്നാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും വൊക്കാബുലറി കൂടി പഠിക്കണം. റിവിഷൻ എന്നാണ് നമ്മുടെ സ്ട്രാറ്റജി. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് നമ്മുടെ സ്ട്രാറ്റജി. അതുപോലെ മോക്ക് ടെസ്റ്റ് ചെയ്യണം. ക്വാളിറ്റി സ്റ്റഡിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ക്വാണ്ടിറ്റി സ്റ്റഡി അല്ല. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് ഒന്നും ഓർമ്മയില്ലാത്തതിലും നല്ലത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കുക എന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എടുക്കാം. ടെൻസ് മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നാളെ മുതൽ ഇന്ന് ടെൻസിന്റെ ഈ ഒരു എക്സസൈസ് കഴിയും. നാളെ തൊട്ട് നമുക്ക് ടെൻസിന്റെ ക്ലാസ്സുകൾ എടുക്കാം. ഓക്കെ, സോ he dash a mill in his town. 1 second. Okay, we have Jasil Abraham, Ragi Sajeev, Vijisha Babu, Soumya Trendival, Sadish Kumar, hi, Nuja Pradeep, Jasil Abraham, Francis Paul, Adira V, Sumaya T.I, Pralarvat Shashi, Krishna Priya PB, Resmi Manoj, Umaira Junais, Krishna Priya PB, Govind Chekke, hi. So Sornos Trendival 2, Regis CP, hi, Sumaya TI. സ്ലൈഡ് സൈഡ് ഫുള്ള് കാണുന്നില്ല. ശരിയാണല്ലോ, പക്ഷേ 1 second. ഫുൾ സ്ലൈഡ് കാണുന്നില്ല. ഓക്കെ, 1 second. What we'll do, ഓക്കെ, ഇതൊക്കെയാണ് നമ്മള് ക്ലോസ് ആണ് ഇട്ടത്. മറ്റേ സ്ലൈഡ് കറക്റ്റ് ആയിട്ട് കാണുന്നില്ല. അപ്പൊ ഇതും അങ്ങോട്ട് പോയിട്ടുണ്ട്, എന്തോ എലമെന്റിന്റെ പ്രോബ്ലം ആണ്. സോ ഓക്കെ, ഇത് നോക്കാം. ഷീ വുഡ് ബൈ എ പോണി if dash enough money. She has, she have, she had, she did. So ഗീതു പ്രശാന്ത് കിട്ടുന്നില്ല. ജെസിൽ അബ്രഹാം 3, മയൂക മാളു ഓക്കെ ആണ്. മുർഷിന ചോളക്കൽ കിട്ടുന്നില്ല. ദീപ ജോൺസ് സി, ശങ്കർ സുരേഷ് സൗണ്ടില്ലേ? സൗണ്ട് കുറവുണ്ടോ? ക്ലിയർ? ബിന്ദു പ്രവീൺ സി, സുമയ TI, she has, ഗോവിന്ദ് ചെക്ക് she had, അനുപ്രിയ she had, ഗീതു പ്രശാന്ത് ഓക്കെ ആയി സർ. റിറ്റു ജോസ് ജി, പലരുടെ ശശി സൗണ്ട് ഉണ്ട്. So the right answer is I would buy a pony. Okay, if she had enough money. ഇതെന്താ വെച്ചാല് ഇവിടെ വുഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഇഫ് ക്ലോസിന്റെ അവിടെ, കണ്ടീഷണൽ ക്ലോസിന്റെ അവിടെ ഈ ഹാഡ് എന്നാണ് വരുന്നത്. കാരണം ഇവിടെ പാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഹാഡ് എന്ന് വരണം. ഓക്കെ, അതായത് ഇവിടെ സിമ്പിൾ പാസ്റ്റ് വരണം എന്നർത്ഥം. അതായത് വുഡ്
നമ്മളെ കണ്ടീഷണൽ ക്ലോസിൽ വില്ല് വരാണെങ്കിൽ, അതായത് വില്ല്, ക്യാൻ, അതുപോലെ മേ ഇതൊക്കെ വരികയാണെങ്കിൽ ഇപ്പുറത്ത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഓക്കെ. വുഡ്, കുഡ്, മൈറ്റ് ഇതൊക്കെ വരുന്ന വെച്ചാൽ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഓക്കെ. വുഡ് ഹാവ് ആണെങ്കിൽ ഇപ്പുറത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഇത്രയാണ് നോക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ. നേരെ തിരിച്ചാണ് വരിക. അതായത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ വില്ല്, ക്യാൻ, മേ, മൈറ്റ് ഒക്കെ പറയുന്നത് വരും. ഓക്കെ. മോഡൽ വെർബ്സ് എന്നാണ് ഇവരൊക്കെ പറയുക. വില്ല്, ക്യാൻ, മേ എന്നൊക്കെ പറയുന്നതാണ് വരിക. ഓക്കെ. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വൺ, ഇഫ് യു ഇൻവൈറ്റഡ്, he will come, he would come, he may come, he would have come. Paula was SU 1, Francie Paul 1, Divya MK 2, Lashmi KPB, Lashmi KPB, Ragi Sajiv A, Divya Arun B, PSC aspirant, Swami TK2, Arjun B, Palarota Shashi B, Shamila PS2. So the right answer is 2 ആണ്. ഹി വുഡ് കം, അതായത് ബി ആണ്, ഹി വുഡ് കം. അതായത് ഇഫ് യു ഇൻവൈറ്റഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇൻവൈറ്റഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ വുഡ് വരണം. ഓക്കെ. വുഡ്, കുഡ്, മൈറ്റ് ഒക്കെ വരണം. വുഡ്, കുഡ്, മൈറ്റ് ഇതിലേതെങ്കിലുമൊക്കെ വരാം. ഓക്കെ. സോ ഇവിടെ വുഡ് ആണ്. നെക്സ്റ്റ് വൺ, ഇഫ് ദേ സ്റ്റാർട്ടഡ് ഏർലി dash, they will reach in time, they would reach in time, they would have reached in time, they would have been reached in time. So we have Adira Nadeshan, Deepa Chon, Somos Tendival, Sumaya T, Nitya Bhaskar, Anupriya TS, Palarota Shashi B, Shidi Yaman B, Yam Sridevi B, Gidu Nirmal B, Lashmi KP B, Rijit C B, Francis Paul B, Bindu Praveen B, Shankar Suresh B. So the right answer is Nidin Pukot B, Chinmay Tangam B. So the right answer is if they started early, they would reach in time. Starter എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വുഡ് ആണ് വരേണ്ടത് കേട്ടോ. വുഡ് വരണം. വുഡ്, കുഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരേണ്ടത്. ഓക്കെ. സോ ഇതിൽ വുഡാണ് വരിക. നെക്സ്റ്റ് വൺ, ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് ഡാഷ്, you would have passed the examination, you will pass the examination, you would pass the examination, you may pass the examination. So we have Anubi MC, Nitya Bhaskar, Muhsina Cholakal, Mini Unni, Palarota Shashi A, നമ്മുടെ അനൂജ പ്രതിഭ എ, പ്രേം സാഗർ എ, ദിവ്യ എം കെ, ജസില അബ്രഹാം എ, ഷിദി അമ്മൻ 1, രേഷ്മ ഷിജി എ, ഗീതു നിർമ്മൽ എ, സുജീവീഷ് രാജ് ബി എ, ലക്ഷ്മി കെ പി എ, വിപിൻ വാസ്തവൻ എ, എം ശ്രീദേവി എ, സന്ധ്യ രവീന്ദ്രൻ എ, നീതു എം വി എ, റിജിത്ത് എ, ആദർശ് നായർ എ. സോ ദ റൈറ്റ് ആൻസർ ഈസ് if you had worked hard, you would have passed the examination. Okay. Next one. If you dash me, I would come with you. Okay. Calling me, called me, called me, calls me. Jasila Prem A, Chitra VC, Nitya Bhaskar A. So we have Muhsina Cholakal, Palarota Shashi B, Anub MC B,
ശങ്കർ സുരേഷ് ബി, ലക്ഷ്മി കെ പി ബി, നിതിൻ പൂക്കോത്ത് ബി, ഗീതു നിർമ്മൽ ബി, സന്ധ്യ രവീന്ദ്രൻ ബി, ഇന്ദിര രവീന്ദ്രാക്ഷൻ ബി, റിജിത്ത് സി ബി, ജസീൽ അബ്രഹാം ബി, ദിവ്യ എം കെ ബി, സുജിവീഷ് രാജ് ബി. So the right answer is, if you called me I would come with you. നീ വിളിക്കായിരുന്നെങ്കിൽ ഞാൻ വന്നേനെന്നാണ് പറയുന്നത്. കോൾഡ് എന്ന് പറയുന്നത് ഇവിടെ വുഡ് ആണ്. ഓക്കെ, ഇവിടെ വുഡ് വരുമ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് വരണം. കോൾഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. കോളിംഗ് എന്നത് ഇഫ് ക്ലോസിൽ വരില്ല, തെറ്റാണ്. കോൾ ഇഫ് യു കോൾ മീ പറഞ്ഞെങ്കിൽ ഇവിടെ ഐ വിൽ കം വിത്ത് യു എന്ന് പറയുന്നത് വെച്ചാൽ കോൾ മീ എന്ന് വരും. അങ്ങനെ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ തെറ്റാണ്. ഇഫ് യുവിൻ്റെ കൂടെ കോൾസ് വരില്ല, കാരണം യു എന്ന് പറയുന്നത് പ്ലൂറലാണ്. നെക്സ്റ്റ് വൺ, ഇഫ് യു ഹാഡ് ബീൻ മോർ പൊളൈറ്റ് ഡാഷ് യു വുഡ് ഹാവ് അഗ്രീഡ്, ഹി കുഡ് അഗ്രി, ഹി വുഡ് അഗ്രി, ഹി ഹാസ് അഗ്രീഡ്. So we have Jaykumar battery empty ഉണ്ടല്ലോ. നിത്യ ഭാസ്കർ പലരോട്ട് ശശി എ, ദിവ്യ എം കെ എ, വിപിൻ വാസ്തവൻ 1, അനൂപ് എം സി എ, രാഗി സജീവ് എ, ശ്രുതി എം എൻ എ, സതീഷ് കുമാർ 1, അർജുൻ എ, Adhika Nair, he would have agreed. So the right answer is, if you had been more polite, he would have agreed. Okay, അപ്പോൾ ഇവിടെ ഹാഡ് ആണ്, ബീൻ ഒന്നും നോക്കണ്ട. ഇവിടെ ഹാഡ് ബീൻ വന്നാലും ഇപ്പുറത്ത് വുഡ് ഹാവ് തന്നെയാണ് വരിക. ഓക്കെ, ഇഫ് യു ഹാഡ് ബീൻ മോർ പൊളൈറ്റ്, നീ കുറച്ചും കൂടി പൊളൈറ്റ് ആയിരുന്നെങ്കിൽ അദ്ദേഹം അഗ്രി ചെയ്തേനെ എന്നാണ് അർത്ഥം. ഓക്കെ, so if you had been more polite, he would have agreed is the right answer. If you had come, I dash for you, would wait, will wait, would have waited, will have waited. So if you had come, I dash for you. അനൂപ് എം സി, പലരുടെ ശശി സി, അനുജ പ്രദീപ് സി, ഷിതി അമൻ സി, റിജിത്ത്, ശങ്കർ സുരേഷ് എ, ഗീതു നിർമ്മൽ സി, ആതിര നടേശൻ സി, റിജിത്ത് സി, ആദർശ് നായർ സി, രേഷ്മ ഷിജിൽ സി, ദിവ്യ എം കെ സി, ബിന്ദു പ്രവീൺ സി, ചിത്ര സന്ധ്യ രവീന്ദ്രൻ സി, ഷിനി ജീവാനന്ദ്, രജീഷ് സി പി സി, അർജുൻ സി, സുമയ്യ റാഫി സി, ചിന്മയ് തങ്കം സി. സോ ദ റൈറ്റ് ആൻസർ ഈസ്, ഇഫ് യു ഹാഡ് കം, ഇവിടെ ഹാഡ് കം എന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ വുഡ് ഹാവ് വെയിറ്റഡ് എന്ന് വരണം. വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരേണ്ടത്. ഓക്കെ, വുഡ് വെയിറ്റ് വരണമെങ്കിൽ ഇവിടെ ഇഫ് യു കെയിം എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വുഡ് വെയിറ്റ് വരാമായിരുന്നു. അപ്പോൾ അതല്ല. വിൽ വെയിറ്റ് വരണമെങ്കിൽ ഇതുപോലെ പറഞ്ഞ പോലെ ഇഫ് യു കം എന്ന് പറയുന്ന വെച്ചാൽ വിൽ വെയിറ്റ്, അവിടെ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ വിൽ വെയിറ്റ് വരും. അപ്പോൾ അതൊന്നല്ല. വിൽ ഹാവ് വെയിറ്റഡ് എന്ന് പറയില്ല, തെറ്റാണ്. വുഡ് ഹാവ് വെയിറ്റഡ് എന്ന് തന്നെ പറയണം കേട്ടോ ഇഫ് ക്ലോസിൽ. സോ ദാറ്റ് ഈസ് വാട്ട്, ഹി വുഡ് ഗെറ്റ് ദ ജോബ് ഇഫ് ഹി ഡാഷ്, ഹാഡ് ട്രൈഡ്, വിൽ ട്രൈ, വുഡ് ബൈ. സോ വി ഹാവ് സൗപർണിക ശശിധരൻ, അബിത വിജേഷ്, സുമയ്യ ടി ഐ, പ്രേം സാഗർ, ഷിംന, സുമി ഷമീർ എ. സുമി ഷമീർ തെറ്റിച്ചുണ്ടോ? ഓക്കെ, സൗപർണിക ശശിധരൻ, അനൂപ് സി, പലരോട്ട് ശശി ബി, അതുപോലെ ഗീതു നിർമ്മൽ ഡി, ഷിതി അമൻ ബി, ഇന്ദിര രവീന്ദ്രാക്ഷൻ, ദിവ്യ എം കെ ബി, ഗീതു പ്രശാന്ത് 2, മുഹ്സിന ചോളക്കൽ ബി, ഫ്രാൻസി പോൾ 2, രേഷ്മ ഷിജി ബി, സുമയ്യ റാഫി ബി, അർജുൻ ബി, വിജിഷ ബാബു ബി, ജിതിൻ എ, ജിനിത്ത് എം വി എ പറഞ്ഞിട്ടുണ്ട്. സോ റൈറ്റ് ആൻസർ ഈസ് ട്രൈഡ്. ഓക്കെ, യു വുഡ് ഗെറ്റ് ദ ജോബ്. ഇപ്പോൾ ഇവിടെ വുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്ത് ട്രൈഡ് എന്നാണ് വരിക. സിമ്പിൾ പാസ്റ്റ് ഇപ്പുറത്ത് വരണം. ഓക്കെ, ഇവിടെ വുഡ് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് വരണം. ഓക്കെ, ഹി ട്രൈഡ്. ഹാഡ് ട്രൈഡ് പറഞ്ഞു വെച്ചാൽ ഇവിടെ വുഡ് ഹാവ് ഗോട്ട് എന്ന് വരികയാണെങ്കിൽ, വുഡ് ഹാവ് ഗോട്ട് എന്ന് വരികയായിരുന്നെങ്കിൽ അവിടെ കറക്റ്റ് ആയിരുന്നു, അങ്ങനെ പറയായിരുന്നു. ഓക്കെ,
വിൽ ട്രൈ എന്ന് പറയുന്നത് വെച്ചാൽ പറയാൻ പറ്റില്ല. ഇപ്പുറത്ത് അതല്ല വരുന്നത്. ഈ ഇഫ് ക്ലോസിൽ ഈ സംഭവങ്ങളൊന്നും വരില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ്, will succeed, succeed, will have succeed, would succeed. So we have Sarida N, Anupriya TS, Soumya Shivan, winner UTY, Sornu Study World, Satyan Koval Vitile, Nitya Bhaskar, Palarivata Shashiye, Gidu Nirmal 1, Anucha Pradeep A, Shridhi MNB, Rijit CA, Lashmi KPA, ധന്യ അരുൺ, ആദർശ് നായർ, അഖില ഉണ്ണികൃഷ്ണ, ഹരിപ്രിയ, ഷമീല PS A, രജീഷ് CPA, സതീഷ് കുമാർ A, സൗമ്യ TK1, സൗബർണിക ശശിധരൻ A. So the right answer is you study well, you will succeed is the right answer. If you study well, you will succeed. അപ്പോൾ സ്റ്റഡി വെൽ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ ഇപ്പുറത്ത് വിൽ സക്സീഡ്, വില്ല് വരും കേട്ടോ. ഓക്കെ, വെറും സക്സീഡ് വരില്ല. നീ പഠിക്കായിരുന്നെങ്കിൽ നീ ജനിച്ചനെ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വിൽ ഹാവ് സക്സീഡ് വരില്ല. ഇവിടെ ഹാഡ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞാലാണ് വുഡ് ഹാവ് സക്സീഡ് എന്ന് പറയാം. ഓക്കെ, അത് അല്ലാതെ എന്തായാലും എനിവേ വുഡ് സക്സീഡും വരില്ല. നെക്സ്റ്റ് വൺ, ഇഫ് യു ഹാഡ് awaited me, I could dash you, have joined, joined, join is joined. നേരത്തെ കമന്റ് താമസിച്ച് കമന്റ് വരുന്നത്, അതുകൊണ്ട് ഞാൻ കമന്റ് ചെയ്യുന്നില്ല, ക്ലാസ് കേട്ടോളാം. കമന്റ് ചെയ്തോ, നോ പ്രോബ്ലം. സത്യൻ കോവിൽ വീട്ടിലെ വിൽ സക്സീഡ്, പലരുവട്ട ശശി A, ദിവ്യ MKA, ഇന്ദിര അരവിന്ദാക്ഷൻ A, അല്ലമീൻ S1, M ശ്രീദേവി A, അദ്വിക നായർ have joined, അനൂജ പ്രദീപ് A, ജോമാൻ MGA, ചിന്നുമോൾ, ഷമില PS A, സരിത A, സുമയ്യ റാഫി A, സുനു ഷെർലി, ശ്രീജിത്ത് CP, അർജുൻ A, ഉമ്മയ്യ, സന്ധ്യ രവീന്ദ്രൻ A. So the right answer is you had waited me, I could have joined. അപ്പോൾ ഹാഡ് വെയിറ്റഡ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നു കഴിഞ്ഞാൽ ഓക്കെ കുഡ് ഹാവോ വുഡ് ഹാവോ ഒക്കെ വരും. ഓക്കെ, ഇതിൽ കുഡ് ഹാവ് ജോയിൻഡ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, I dash, I would have bought a Ferrari if I had enough money, if I had enough money, if I would have enough money, if I would had enough money. പാലാരിവട്ട ശശി B, ഗീതു നിർമ്മൽ A, അനൂപ് MCB, ഷമീല PS B, രജീഷ് CP B, ദിവ്യ MK B, അമൽ ജോസ് B, എലിസബത്ത് സാബു B, സതീഷ് കുമാർ 1, ചിന്മയി തങ്കം B. So the right answer is if I had enough money, I would have bought a Ferrari. Okay, അതായത് I would have bought a Ferrari എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പുറത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരേണ്ടത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. ഓക്കെ, സോ ഈ ഹാഡ്, ഫസ്റ്റത്തെ ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഹാഡ്. ഈ ഹാഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹാവ്, എനിക്കുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അതിന്റെ പാസ്റ്റ് ആയിട്ടുള്ള ഹാഡ്. ഓക്കെ, സോ ഐ ഹാഡ് ഇനഫ് മണിയാണ് വരേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വൺ, ഷീ ഡാഷ് സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്. വിൽ ഹാവ്, വിൽ ബി, വുഡ് ഹാവ്, വുഡ്. So we have Sarida N, Rijit, Palarivata Shashi C, നമ്മുടെ
ജിൻത്ത് MV ഓക്കെ, ദ്വിക നായർ C, ഇന്ദിര രവീന്ദ്രാക്ഷൻ C, ഗീതു നിർമ്മൽ C, അനഘ റിജോയ് C, വിജിഷ ബാബു C, അനൂപ് MC C, സുജിവിഷ് രാജ് C. So the right answer is if she would have succeeded, if she had worked hard. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്ത് ഇവിടെ നമ്മൾ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പോൾ അപ്പുറത്ത് വുഡ് ഹാവ് ആണ് വരേണ്ടത് കേട്ടോ. വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. വുഡ് ഹാവോ കുഡ് ഹാവോ ഏതായാലും കുഴപ്പമില്ല, പക്ഷെ ഇതാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, യു വിൽ ഗെറ്റ് ഹൈ മാർക്സ് ഡാഷ് if you worked hard, if you had worked hard, if you has worked hard, if you work hard. സത്യൻ കോവിൽവെട്ടിലെ വുഡ് ഹാവ്, പലരോട്ട് ശശി D, we have Jint Anub MC D, ഗീതു നിർമ്മൽ 4, അദ്വിക നായർ D, അസഫ് 2, ഇന്ദിര രവീന്ദ്രാക്ഷൻ D, ദിവ്യ MK, അസഫ് ഉണ്ട് നമ്മളിവിടെ, ദിവ്യ MK D, വിപിൻ വാസുദേവൻ 4, വിജിഷ ബാബു D, സുനു ഷെർലി D, ആദർശ് നായർ D, ധന്യ അരുൺ D, നാജി VKM D, അല്ലമീൻ നമ്മുടെ അല്ലമീൻ S D. So the right answer is if you work hard you will get high marks. അപ്പോൾ ഇവിടെ വിൽ ഗെറ്റ് ആണ്, ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വരേണ്ടത്. ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ആസ് വർക്ക്ഡ് ഹാർഡ് വരില്ല. ഹാർഡ് വർക്ക്ഡ് ഹാർഡ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. വർക്ക്ഡ് ഹാർഡ് എന്ന് വെച്ചാൽ സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ വുഡ് ആണെങ്കിൽ വുഡ് ഗെറ്റ് ആയിരുന്നെങ്കിൽ ഇത് വന്നേനെ, പക്ഷെ അതല്ലല്ലോ. സോ ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു ഡാഷ് എ ഫസ്റ്റ് ക്ലാസ്, will get, may get, would have got, might get. സോ അതേ കമന്റ് ലൈറ്റായി എത്തുന്നു. സൗമ്യ TK, ജിൻത്ത് NV, പാലാരിവട്ട ശശി C, നമ്മുടെ അനൂജ പ്രദീപ് C, അനൂപ് MC C, ദിവ്യ MK C, അദ്വിക നായർ C, ആദർശ് നായർ C, അല്ലമീൻ C, ജോമൻ MG C, ആതിര നടേശൻ C. So the right answer is would have got. If you had worked hard you would have got a first class. അപ്പോൾ had worked hard എന്ന് പറഞ്ഞിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ would have plus past participle ആണ് വരേണ്ടത്. ഓക്കെ, if I were a bird, okay, I will fly, I would fly, I would have fly, it would have fly. We have Nitya, Bhaskar, Sabina, Sadat, Ananda Narayanan, Geetu Prashant, Sumaya, Rafi, Soumya TK, Grishma Prem, Agil Suresh, Anubi MC, Palarota Shashi B, Anubi MC B, Adhika Nair B, Bipin Vasudevan 2, Dhanya Balachandran B, Jessila Abraham B, Sunu Shirley B, Sujvish Raj B, Francie Paul B. So the right answer is I would fly. If I were a bird, I would fly. Okay. So if I were a bird എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും പക്ഷി ആവാൻ പോണില്ല, അതുകൊണ്ടാണ് ഇവര് I were എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും പക്ഷി ആവില്ല, അല്ലെങ്കിൽ I was എന്നാണ് ഉപയോഗിക്കേണ്ടത്. was എന്ന് ഉപയോഗിച്ചാലും തെറ്റൊന്നുമില്ല. സോ മോഡേൺ ഇംഗ്ലീഷിൽ was എന്നും കൂടി ഉപയോഗിക്കാറുണ്ടെന്ന് അർത്ഥം. പഴയ ഇംഗ്ലീഷിൽ വേറാണ്, പക്ഷെ PSC പരീക്ഷയ്ക്ക് മോഡേൺ ഇംഗ്ലീഷ് അല്ല എടുക്കുക, ഈ ഇംഗ്ലീഷാണ് എടുക്കുക. ഇഫ് ഐ വർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ എന്നാണ്. അപ്പൊ ഇത് ഇവിടെ സിമ്പിൾ പാസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കണം, കാരണം ഇത് ബേർഡ് ആവില്ല എന്ന് 100% ഉറപ്പാണ്, അതുകൊണ്ടാണ് ഈ വേർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഐ വുഡ് ഫ്ലൈ സിമ്പിൾ പാസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കണം. ഇപ്പുറത്ത് വുഡ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇഫ് യു ഹാഡ് ബീൻ മോർ പൊളൈറ്റ് ഡാഷ്, he would have agreed, he could agree, he could agree, he has agreed. Sabina, Sadat, Amrita GPSC, Ansi Shibu, Deepa Prakash, Anupriya TS, Shini Jivanand, Anshila, Nitya Bhaskar, Palarota Shashi A, Anu MC C,
ധന്യ ബാലചന്ദ്രൻ എ, അഖില ഉണ്ണികൃഷ്ണ എ, രശ്മി കെ പി 1, സുജീഷ്, അനൂപ് എം സി എ, ഷമില പി എസ് എ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഇഫ് യു ഹാഡ് ബീൻ മോർ പൊളൈറ്റ്. ഓക്കെ, അപ്പൊ ഈ സംഭവം തന്നെ നേരത്തെ പറഞ്ഞാണ്, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, യു വുഡ് ഹാവ് അഗ്രീഡ് തന്നെയാണ് വരിക കേട്ടോ. വുഡ് ഹാവ് അഗ്രീഡ്. If the computer dash on, he could send emails. Was on, has on, be on, is on. Sabina Sadat, he would have agreed. Kuttis, Nidhu and Nia A. Nitya Bhaskar A. Jint NVA. So, we are waiting for your answers. Palaroti Shashi A. Jesila Abraham, Gidu Prashant, Anantanarayanan, Sumaya Rafi A. So the right answer is if the computer was on, he could send emails. Computer on ആയിരുന്നെങ്കിൽ he could. ഇവിടെ could എന്ന് പറഞ്ഞിട്ട് ഇത് പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ മീൻ could ആണല്ലോ. സോ ഇപ്പുറത്ത് സിമ്പിൾ പാസ്റ്റ് വരണം. If the computer was on, he could send emails. So if you had ordered it, I dash it. Would arrange, will arrange, would have arranged, would have arranged. Valerota Shashi D. Anantanarayan Divyam K.C. Sabina Dutt was, Advika Nair would have arranged. So Shamila PSD, Divyam K.D, Danya Rundi, Jasmine Cholakal D. So the right answer is if you had ordered it, I would have arranged it. Had ordered and had ordered. Okay, അപ്പോൾ past perfect ആണ്. ഇപ്പുറത്ത് would have plus past participle വരണം. Next one, if you drove fast, dash there in time, will reach, would reach, will have reached, reached. So we have Jidin VM, Sabina Sadat, Jidin VM T, Sabina Sadat, Palarita Shashi B, Jasila Abraham B, Divya MKB, Anubi MCB, Najivi KMB, Reshma Shiji B, Sumaya Rafi, Grishma Prem B, Lashmi KP, Jidu Nidu MB, Agila Unikrishna B, GCP B. So the right answer is if you drove fast. ഇവിടെ drove എന്നാണ്, സിമ്പിൾ പാസ്റ്റ് ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ വുഡ് ആണ് വരിക, വുഡ് റീച്ച് വരും കേട്ടോ. നെക്സ്റ്റ് വൺ, if my father were there, dash, he has helped you, he will help you, he would help you, he would have helped you. So we have Kuttis, Nidhu and Nia, Srija would reach, Sumaya T, Mayuka, Malu, Valerity Shashi C, Anuja Pradeep C, Advika Nair C, Naji VKM, Divyam K, Sunu Shirley, Danya Runanandanarayanan, Agila Unikrishna. So the right answer is if my father were there, എൻ്റെ അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ he would help you. ഇവിടെ അച്ഛനോട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വേറെ ഉപയോഗിച്ചുള്ളത്. സോ he would help you, സിമ്പിൾ പാസ്റ്റ് എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ട. would help ആണ് വേണ്ടത് കേട്ടോ. if you dash up early, you could see the sunrise. Wake, wakes, walk, woken. So we have Anupriya TS Minuni, Jismol Srija, Vishal Ravindran, Jitin VM, Sabina Sadat, Siddhi Aman, Sumaya T, Fabia H, Anupriya, Palarota Shashi C, Francie Paul A, Sabina Sadat, he would help you.
Cecilia Abraham C, Gidu Nirmal C, Richoy, Rashmi Manoj C, Shamila PS C, Rajesh CP C, Kuttis Nidhu and Nia A, Satyan Kovalvetile would help, Chinmay Tangam C, Sumaya Rafi C, Divyam K C. So the right answer is, you woke up early, you could see the sunrise. Okay. Woke up early, you could see. ഇവിടെ could see എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ would could ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് if ക്ലോസിൽ എന്ത് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് വരണം. സോ woke up early. Next one, he would buy a car dash if he had the money. He has the money if he have the money, if he had the money. We have Alamin, Grishma, Prem, Haripriya, Anupriya, Vijisha, Babu, Anantanarayanan, Sushama, Shashikumar, Mini Uni, Alamin S, Valariyota Shashi D, Sabina Sadat Work, Noja Pradeep D, Kidu Nirmal for Adhika Nair D, Aishwarya Others D, Vipin was there D. So the right answer is, he would buy a car if he had the money. അദ്ദേഹത്തിന് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മേടിച്ചേനെന്ന്. അപ്പോൾ വുഡ് ബൈ എ കാർ ആണ്. ഓക്കെ, ഇവിടെ വുഡ് കഴിഞ്ഞാൽ ഇവിടെ വുഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് സിമ്പിൾ പാസ്റ്റ് ആണ് ആവേണ്ടത്. ഓക്കെ, ഹാഡ് ദ മണി എന്ന് വെച്ചാൽ എനിക്കുണ്ട് എന്നുള്ള അർത്ഥത്തിന്റെ ഹാവിന്റെ, എനിക്കുണ്ട് എന്നുള്ള അർത്ഥത്തിന്റെ ഹാഡ് ആണ്. എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ഇഫ് ഐ വുഡ് ബൈ എ, ഹി വുഡ് ബൈ എ കാർ ഇഫ് ഹി ഹാഡ് ദ മണി. അദ്ദേഹത്തിന് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു കാർ വാങ്ങിയേനെ. നെക്സ്റ്റ് വൺ, ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ ഡാഷ് വുഡ് ഹാവ് കം, വുഡ് കം, വിൽ കം, വുഡ് ബി കമ്മിങ്. സോ അൻഷില കുഞ്ഞിൽ ഡി, അമൃത ജി പി എസ് സി, ചിന്നുമോൾ സോർണൂസ് ട്രെൻഡി വേൾഡ്, അനന്തനാരായണൻ ടി. സോ വിജിഷ ബാബു, അനുപ്രിയ ടി എസ്, ജിസ്മോൾ, അനുജ പ്രദീപ്, പാലരോട്ട ശശി ബി, ദിവ്യ എം കെ ബി, അദ്വിക നായർ ബി, ഫ്രാൻസി പോൾ ബി, ഇന്ദിര അരവിന്ദാക്ഷൻ ബി, ജസീൽ അബ്രഹാം ബി, ഗീതു നിർമ്മൽ ബി, സിനു ഷേർലി, അഖില ഉണ്ണികൃഷ്ണൻ ബി. സോ ദ റൈറ്റ് ആൻസർ ഈസ്, if you invited me I would come. So if you invited me I would come. Invited എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ would ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ, if I had time I dash the exhibition, shall visit, will visit, should have visited, should visit. We have Sini Jivanand, Nandini Kutti Amma, Revati Krishnamurti, Anupriya TS, Aishwarya Adarsh, Chinnamol B, Amrita PSC, Palarita Shashi D, നമ്മുടെ ഫ്രാൻസി പോൾ സി, റിറ്റോ ജോസ്, രേഷ്മ പ്രേം സി, ധന്യാരുണ്ടി, രജീഷ് സി പി ഡി, ലക്ഷ്മി കെ പി ഡി. So the right answer is should visit ആണ്. If I had time, എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന have പൊസിഷൻ ആണ്, എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, അതിന്റെ സിമ്പിൾ പാസ്റ്റ് ആണ് ഈ had. ഇത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഈ ഹാഡിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായിരിക്കണം. സോ ഇഫ് ഐ ഹാഡ് ടൈം, എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഐ ഷുഡ് വിസിറ്റ്. അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ് ആയ കാരണം ഇവിടെ ഷുഡ് വരണം. ഓക്കെ, പിക്ക് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ് ഓർ വേർഡ് ഫ്രം ദ ഓപ്ഷൻ. If you study well, you would pass the examination. If you study well, you will pass the examination. If you studied well, you will pass the examination. If you have studied well, you would pass the examination. So we have Ananda Narayanan, Mini Unni, Yamuna Rani, Sandhya Ravindran, Unnikrishnan, Febia, Charu Abi, Allamin, Gidu Nirmal, Indira Ravindakshan, Valariyota Shashi B, Reshma Prem B, Aishwarya Others B,
Anju Jos B, M Sridevi B, Agila Unnikrishnan B, Divya MK B, Chomani MG B, Advika Nair B, Rasmi Manoj B. So the right answer is, if you study well, you will pass the examination. ഇതിൽ if you study well, you would pass the examination ആണ്. ഇവിടെ will ആണ് വരേണ്ടത്, കാരണം തെറ്റാണ്. ഇത് കറക്റ്റ് ആണല്ലോ. You study well, will pass the examination ആണ്. If you study well, if you studied well എന്ന് പറയണ്ട, you will pass the examination. If you have studied well എന്ന് പറയുന്ന വെച്ചാൽ you would have എന്ന് പറഞ്ഞായിരുന്നു, അപ്പോൾ ഇത് വരില്ല. Next one. If it rains, we dash the game. Should postpone, shall postpone, could postpone, had postpone. Anandanaran B, Yamuna Rani B, Musina Cholakil B, Vijisha Babu B, Minyuni B, Soni Sabari, Sumaya Rafi B, Lashmi KP B, Agil Suresh B, Palarota Shashi B, Divya MK B, Indira Rindakshan Alamin S B, Agila Unnikrishnan B, Jessila Abraham B, Francie Paul B. So the right answer is, if it rains, we shall postpone the game. Shall postpone. The simple present ആണ്. അപ്പോൾ ഷാൽ അല്ലെങ്കിൽ വിൽ അല്ലെങ്കിൽ ഒക്കെ വരണം. വി ആയ കാരണം ഷാൽ ഉപയോഗിക്കുന്നു. അതിൻ്റെ കൂടെയും വീടിൻ്റെ കൂടെയും ഈ പരീക്ഷയ്ക്കൊക്കെ ഷാലാണ് ഉപയോഗിക്കുക. രണ്ടും ഓപ്ഷനിൽ വന്നാൽ ഇതിപ്പോൾ എന്തായാലും ഷാൽ മാത്രം ഓപ്ഷനിലുള്ളൂ. So no problem. If I got a lot of money, I dash buy an aeroplane. Would, will, shall, would have. വർഷക്കുട്ടി, മിനിയുണ്ണി, സ്വർണൂസ് 20 വേൾഡ്, ആയിഷ കുഞ്ഞിൽ, യമുന റാണി, ഷാൽ പോസ്റ്റ്പോൺ, രേവതി കൃഷ്ണൻകുട്ടി, സൗമ്യ ശിവൻ, പലാരിവട്ട ശശി എ, അനന്തനാരായണൻ ബി, അല്ലമീൻ എ, ഗീതു നിർമ്മൽ എ, ജസീല അബ്രഹാം എ, ഗ്രീഷ്മ പ്രേം എ, മുഹ്സിന ചോളക്കൽ എ, രശ്മി മനോജ്, യമുന റാണി, വുഡ് സതീഷ് കുമാർ എ, കുട്ടീസ് നിന്ദു നിയ, സൗമ്യ ശിവൻ എ, രേവതി കൃഷ്ണൻകുട്ടി എ, ലക്ഷ്മി കെ പി എ. So the right answer is, if I got a lot of money, I would buy an aeroplane. ഒരുപാട് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു എയറോപ്ലെയിൻ മേടിച്ചേനെ. ഇവിടെ ഗോട്ട് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്, അപ്പോൾ ഇപ്പുറത്ത് വുഡ് വരും കേട്ടോ. നെക്സ്റ്റ് വൺ. If you had gone there, you dash the clear picture of the incident. Should get, should have got, get. അനന്തനാരായണൻ, വർഷക്കുട്ടി, ഉണ്ണികൃഷ്ണ തിരുനടേശൻ, പാലരുവട്ട ശശി ബി, അനുജ പ്രദീപ് ബി, അല്ലമീൻ ബി, ഐശ്വര്യ, ദിവ്യ കെ ബി, സുമയ്യ ബി, അഖില ഉണ്ണികൃഷ്ണ ബി. So the right answer is, you had gone there. Had gone ആണ്. So you should have got. അപ്പോൾ had gone എന്ന് വെച്ചാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പോൾ ഇവിടെ ഷുഡ് ഹാവ്, വുഡ് ഹാവ് ഒക്കെ വരണം. ഇതിൽ ഷുഡ് ഹാവ് ഗോട്ട് ആണ് ഉള്ളത്. If you studied well, you dash the examination. Would pass, would passed, will pass, would have passed. So we have Agil Suresh, Revati Krishnankutti, Varsha Kutti, Soni Shabari, Jinith, അതുപോലെ ദീപ ജോൺ, അൻഷില കുഞ്ഞിൽ, ആതിര നടേശൻ, പാലാരിവട്ട ശശി, അനുജ പ്രദീപ്, അമൽ ജോസ്, ജസീല അബ്രഹാം, അഖില ഉണ്ണികൃഷ്ണൻ, നാജി വി കെ എം, ധന്യ അരുൺ, അല്ലമീൻ എസ്, ഐശ്വര്യ ആദർശ്, യമുന റാണി, സുഷ്മ ശശികുമാർ, രജീഷ് സി പി, സുമയ്യ ടി, രശ്മി മനോജ്, രേവതി കൃഷ്ണൻകുട്ടി, അനന്തനാരായണൻ, ദീപ ജോൺ, പ്രദീപ് എ, ചിന്മയി തങ്കം. So the right answer is, you studied well, you would pass the examination. Next one. If he studies well dash, he would have passed the examination. He will pass the examination. He passes the examination. He would pass the examination.
We have Rito Jose, Sornos Trendy World, Mini Unni, Palatotam Shashi B, Adira Nadeshan B, Anandanarayanan C, Unnikrishnan, Alamin SB, Jesila Abraham B, Francie Paul B, Gidu Normal B, Anuja Pradeep B. So the right answer is if he studies well, he will pass the examination. പഠിക്കായിരുന്നെങ്കിൽ അദ്ദേഹം പാസ്സായേനെ. അപ്പോൾ ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇത് സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ ഇവിടെ വില്ല് ആണ് വരേണ്ടത്. വുഡ് വരാൻ പാടില്ല. ഈ പാസ് എന്ന് പറയില്ല. വുഡ് പാസ് വരാൻ പാടില്ല. If I had £1,000,000 dash, I had bought an estate, I will buy an estate, I would buy an estate, I would have buy an estate. So we have Anupriya T.S. Unnikrishnan, Jidin V.M., Mini Unni, Padma Mohan, Sornos Trendival, Palarota Shashi C, Naji VKM C, Gidu Nirmal C, Anuja Pradeep C, Aishwarya Adar C, Almain C, Jesila Abraham C, Indira Aravindakshran C, Danya Arun C, Yamuna Rani C, Rajesh C, P C, Rashmi Manoj C, Chinmay Tangam C. So the right answer is if I had £1,000,000, I would buy an estate. £1,000,000 ഉണ്ടായിരുന്നെങ്കിൽ, അതായത് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഹാവ്, എനിക്കുണ്ടായിരുന്നെങ്കിൽ £1,000,000 ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഹാവിൻ്റെ ഹാഡാണ്. അതായത് വെർബിൻ്റെ സെക്കൻഡ് ഫോം ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഇത് വരുമ്പോൾ ഇപ്പുറത്ത് വുഡ് ബൈ എൻ എസ്റ്റേറ്റ് ആണ് വരാട്ടോ. നെക്സ്റ്റ് വൺ, if I dash accept if they invite me to the party, would accept, will accept, am accept, was accept. Anupriya T.S. Sini Jivanand, Kamal Well Kamal, Unnikrishnan, Padma Mohan, Vijisha Babu, Needu VM, Mini Unni, Palarota Shashi B, Divyam K B, Indira Aravindakshran B, Francie Paul B, Adira Nadeshan B, Naji VKM B, Vibin Vasudevan B, Anucha M Sridevi, Needu VM, Rajesh CP B. So the right answer is I will accept they invite me to the party. Next one, choose the correct conditional sentence from the following. If you buy a BMW car, it would cost you a lot of money. If you bought a BMW car, it will cost you a lot of money. You buy a BMW car, it would cost you a lot of money. If you had bought a BMW car, it would cost you a lot of money. We have Sangeeta Geeta, Anupriya T.S., Chintu Yammi, Mini Unni, Sini Jivanand, Vijisha Babu, Padma Mohan, Anaga Rijoy, Agil Suresh, Palarota Shashi, D. Alamin, Francie Paul C, Anujos, Alamin D, Nandanarayanan B, Sumaya D, Francie Paul D. So the right answer is if you had bought a BMW car, it would have cost you a lot of money. ഇവിടെ ഹാഡ് ബോട്ട് എന്ന് പറയുന്നുണ്ട്, വുഡ് ഹാവ്, ഇത് കറക്റ്റ് ആണ്. ഇഫ് യു ബൈ എ BMW car, ഇറ്റ് കോസ്റ്റ് യു എന്നാണ്, വുഡ് ഹാവ് എന്ന് പറയാൻ പാടില്ല. യു ബോട്ട് ആണെങ്കിൽ ഇവിടെ വുഡ് വേണം. ഓക്കെ, അത് പറ്റില്ല. സോ ഇഫ് യു ബൈ എ BMW car എന്ന് വെച്ചാൽ ഇറ്റ് കോസ്റ്റ് യു എന്ന് വേണം, അപ്പോൾ അത് പറ്റില്ല. I dash the job if you had paid me enough money now. I will do, would have done, will have done. Anandanarayanan T, Vijna Vishnu D, Palarota Shashi C, Anuja Pradeep C, Indira Aravindakshran C, Divyam K C, Aishwarya Rajesh, Meedu Jennings, Francie Paul, Reshma Shijil, Gidu Nirmal, Sandhya Ravindran, Jesila Abraham, Needu Yamin MV, Alamin S, Yamuna Rani C. So the right answer is I would have done the job if you had paid me enough. If I had known you were in hospital, I would come to see you. I will come to see you. I would have come to see you.
I would have come to see you. Agil Suresh, Muhsina, Revati Krishnankutti, Anuruba TC, Minu Unniya, Padma Mohan, Rito Jose, Sini Jeevanand, Jinti and V. Vishnudas, C. Soumyas Nair C. So the right answer is okay. Meedu Jennings, Cecil Abraham D. Indira Ravindakshan D. So if I had known you, okay, ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാഡ് നോൺ, ഓക്കെ, ഹാഡ് കഴിഞ്ഞിട്ട് നോൺ ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. യു ആർ ഇൻ ഹോസ്പിറ്റൽ, നീ ഹോസ്പിറ്റലായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ കാണാൻ ഞാൻ വന്നെ. അപ്പോൾ ഇപ്പുറത്ത് വുഡ് ഹാവ് ആണ് വരുന്നത് കേട്ടോ. വുഡ് ഹാവ് കെയിം എന്ന് പറയില്ല, ഇത് തെറ്റാണ്. കെയിം എന്ന് പറയില്ല, തെറ്റാണ്. ഓക്കെ, കം കെയിം കം എന്നാണ്. കം കം കെയിം കം ആണ്. ഓക്കെ, സോ അത് തെറ്റാണ്. ഐ വിൽ കം ടു സീ യു, ഐ വുഡ് കം ടു സീ യു ഒന്നും വരില്ല, അത് തെറ്റാണ്. സോ ദ റൈറ്റ് ആൻസർ. If he dashed his time, he would have passed, hadn't wasted, was wasting, wouldn't have wasted, had wasted. So we have Agil Suresh, Padma Mohan, Gidu Nirmal, Soumya Shivan, Kamal, Anuruba TC, Gidu Nirmal, Jasila Abraham, Palarota Shashi A, Reshma Shiji T, Vipin Vasudevan T, Shamila PSD, Meedu Jennings A, Indira Ravindakshan A, Regis CP and Ruba TCA, Chinmay Tangam A, Murshida Cholakale. So the right answer is, if he hadn't wasted his time, he would have passed. അപ്പോൾ would have പറഞ്ഞെങ്കിൽ ഇവിടെ would have വന്നിട്ടുണ്ട്, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇതിൽ വേറെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇല്ല. ഹാഡ് വേസ്റ്റഡ് ഉണ്ട്, ഈ ഹാഡ് വേസ്റ്റഡ് അല്ല. ഇഫ് ഹി ഹാഡിൻഡ് വേസ്റ്റഡ് ഹിസ് ടൈം ഹി വുഡ് ഹാവ് പാസ്ഡ്. അദ്ദേഹം സമയം വേസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ പാസ്സായേനെ. വേസ്റ്റ് ചെയ്യാതെ, സമയം വേസ്റ്റ് ചെയ്യാതെ പഠിക്കായിരുന്നെങ്കിൽ പാസ്സായെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹാഡിൻ്റെ വേസ്റ്റഡ് ആണ് വരേണ്ടത്, ഹാഡ് വേസ്റ്റഡ് വരില്ല. വേസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ജയിച്ചതെന്ന് പറയില്ലല്ലോ എന്തായാലും, അതാണ്. സോ കുറെ ആൾക്കാർ കറക്റ്റ് ആണല്ലോ. ഓക്കെ, ഐ വിൽ ഫോൺ യു ഇഫ് ഡാഷ്, ഐ വിൽ ഹാവ് ടൈം, ഐ മേ ഹാവ് ടൈം, ഐ ഹാഡ് ടൈം, ഐ ഹാവ് ടൈം. സതീഷ് കുമാർ V3 കം അല്ലേ സാർ? യെസ്, V3 കം ആണ്. V3 കം, came, കം. Palarota Shashi D, Indira Ravindakshan D, Najvi K, Vijina Vishnu D, Chinmay Tangam T, Amal Jose D, Sandhya Ravindran D, Vipin Vasudevan D, Sumaya D, Kamal Dev D. The right answer is, I'll phone you if I have time. Okay, എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും. ഹാവ് ടൈം എന്ന് പറയുന്നത്, ഐ ഹാവ് ടൈം എനിക്കുണ്ടെങ്കിൽ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അത് വരുമ്പോൾ വിൽ ഫോൺ, അപ്പോൾ വിൽ വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് വരുന്ന അർത്ഥം. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. മേ ഹാവ് വരില്ല, വിൽ ഹാവ് വരില്ല. ഇഫ് ഹി വർക്ക്ഡ് ഹാർഡ്, പിന്നെ എന്താ വുഡ് ഹാവ് പ്ലസ് V3 കം വരാഞ്ഞ്? വുഡ് ഹാവ് പ്ലസ് V3 തന്നെയല്ലോ എന്നുള്ള. വൺ സെക്കൻഡ്, വുഡ് ഹാവ് പ്ലസ് കം ആണോ എന്നുള്ളത് ഞാൻ തെറ്റി പറഞ്ഞിട്ടില്ലല്ലോ. ഇത് നോക്കിയേ, ഉത്തരം നോക്കിയേ. ഇതൊന്ന് നോക്കി നോക്കിയേ. ഇത് ഈ ചോദ്യമല്ലേ പറഞ്ഞത് നിങ്ങള്? ഈ ചോദ്യമാണോ പറഞ്ഞത്? ഇതാണെങ്കിൽ വുഡ് ഹാവ് കം ആണ്. ഞാൻ ഇത് കെയിം വരില്ല എന്നാണ് പറഞ്ഞത്, തെറ്റാണെന്നാണ് പറഞ്ഞത്.
ക്ലിയർ ആണോ? യമുന റാണി ക്ലിയർ ആണോ? ഒന്ന് പറയോ? ഇത് നമുക്ക് ക്ലിയർ ആണല്ലോ. ഞാൻ ഇതാണ് ഇത് ചുവപ്പ് കളറിൽ ഉണ്ട് കണ്ടോ? ഇത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മളെവിടെ എത്തി? ഐ വിൽ ഫോൺ യു ഇഫ് ഐ ഹാവ് ടൈം പറഞ്ഞു. അതെ യമൻ ഓക്കെ പറഞ്ഞു. ക്ലിയർ സർ. ഇഫ് ഹി വർക്ക്ഡ് ഹാർഡ് ഹി ഡാഷ് പാസ് ദ ടെസ്റ്റ്. വിൽ പാസ്, വുഡ് പാസ്, വിൽ ഹാവ് പാസ്. V3 കമ്മാണെന്ന് അറിയില്ലായിരുന്നു, അതാണ് ചോദിച്ചത് യമൻ റാണി. ഓക്കെ, വുഡ് ഹാവ്. So if he worked hard he dash pass the test. Will pass, would pass, will have pass. Palarad Shashi B, Neetu Jennings B, Murshina Cholakil B, Akhila Unnikrishna B, Danya Arun B, Geetu Nirmal B, Niruba TC, Shamila PS, Akhila Suresh. So the right answer is, if he worked hard he would pass the test. ലോൺ വർക്ക് ഹാർഡ് ആണെങ്കിൽ പാസ്സായേനെ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇതറിയാലോ. ഇഫ് ഈ വർക്ക്ഡ് ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. ഇപ്പുറത്ത് വുഡ് വരണം. ഓക്കെ, ഇഫ് ഐ വേർ എ ബേർഡ് ഐ ഡാഷ് ഫ്ലൈ അവേ. വിൽ, വുഡ്, ഷാൽ, വുഡ് ഹാവ്. അനുരൂപ ടി സി, ശ്യാം മോഹൻ, ഗീതു നിർമ്മൽ, ഐശ്വര്യാദർശ്, സന്ധ്യ രവീന്ദ്രൻ, ഇതു യമി, പാലാരോട്ട് ശശി ബി, കണ്ണൻ ആർ ബി, യമുന റാണി, പ്രശാന്ത്, അനൂജ പ്രദീപ് ബി, ആതിര നടേശൻ ബി, ധന്യ അരുൺ, മീതു ജെന്നിങ്സ് ബി, ജസിൽ അബ്രഹാം, വിജിഷ ബാബു ബി, അമൽ ജോസ് ബി. സോ ദ റൈറ്റ് ആൻസർ ഈസ്, ഇഫ് ഐ were a bird I would fly away. നെക്സ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളതാണ്. My mother had not grabbed my arm I dash. Might have slipped, may have slipped, will have slipped, shall have slipped. Soni Shabari, Shyam Mohan, Jasmine C. Cholakil, Aisha Jamshid, Padma Mohan, Anuruba TC, Sini Jivanand, Kamalvel Kamal, Padma Mohan B, Palarivatan Shashi A, Najivi KM, Midhu Jennings A, Prashant 1989 A, Jasil Abraham A, Anju Jose, Divya MK A, Geetu Nirmal A, Anaka Roy A, Anucha Pradeep A, Sandhya Ravindran A, Fabia H A, Musina Cholakil A, Indira Ravindakshan A, M Sridevi A, Vijana Vishnu A. So the right answer is, if my mother had gone not grabbed my arm. അമ്മ എൻ്റെ കൈ പിടിച്ചില്ലെങ്കിൽ ഞാൻ സ്ലിപ്പായെന്നാണ് പറയുന്നത്. മൈറ്റ് ഹാവ് സ്ലിപ്ഡ്. ഇവിടെ നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ മൈറ്റ് ഹാവ് വരണം. ഇതിൽ വേറെ ഒന്നുമില്ല. മൈറ്റ് ഹാവ് എന്നുള്ളത്, അതായത് മേ ഹാവ് എടുക്കാൻ പറ്റില്ല. വുഡ് ഹാവ് അല്ലെങ്കിൽ വേണം, അല്ലെങ്കിൽ ഷുഡ് ഹാവ് വേണം. സോ അതൊന്നുമില്ല. If it dash we shall not go out. Rains, rained, raining, rain. We have Shyam Mohan, Nidhu Yambi, Soumya TK, Padma Mohan, Kamalvel Kumar Kamal, Anupriya TS, Rita Jose, Shyam Mohan, Nidhu Yambi, Prashant 1989, Palariotta Shashi A, രശ്മി മനോജ്. ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയോ? വിട്ടുപോയിട്ടില്ലല്ലോ. ഇഫ് ഇറ്റ് റെയിൻസ് വി ഷാൽ നോട്ട് ഗോ ഔട്ട്. അപ്പോൾ ഇവിടെ ഷാല് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ് വരിക കേട്ടോ. അപ്പോൾ ഈ ഫിറ്റ് റെയിൻസ്, റെയിൻ എന്ന് പറയുന്നത് പ്ലൂറലാണ്, റെയിൻസ് ആണ് സിംഗുലർ. If I had won the lottery dash a millionaire I will become, I had become, I would have become, I would become. Yamuna Rani Rains, Shyam Mohan, Aniruba TB TC, Vijisha Babu, Adri Nadashan, Vijisha Babu, Padma Mohan, Siddhi Yamman, Aniruba TC, Jasmine Cholakil,
പാലാരിവട്ടം ശശി സി, അനുജ പ്രദീപ് സി, ആതിര നടേശൻ, ശ്യാമോഹൻ, നാജി വി കെ എം, ധന്യ അരുൺ, വിപിൻ വാസുദേവൻ, ഇന്ദിര രവീന്ദ്രാക്ഷൻ, ഐശ്വര്യ ആദർശ്, സന്ധ്യ രവീന്ദ്രൻ, സൗമ്യ എസ് നായർ, ടുസ്നിതു നിയ, സ്ഫെബിയ എച്ച്, മുസിന ചോളക്കൽ, ചിന്മയി തങ്കം. സോ റൈറ്റ് ആൻസർ ഈസ് ഇഫ് ഐ ഹാഡ് വൺ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ദ ലോട്ടറി I would have become a millionaire. If the tsunami had been informed earlier, many victims will have escaped. Many victims will be escaped. Many victims had been escaped. Many victims would have escaped. Would have 3 become. Yamana Rani, would have 3 become? Would have become, yes. Become, became, become ആണ്. Become, became, become. Sumaya T D, Regis CP D, Sonus Tendival D, Fabia D. So the right answer is many victims would have escaped. Tsunami had been informed. ഇത് പാസീവാണ് ഈ ഭാഗം. ഇഫ് ദ സുനാമി ഹാഡ് ബീൻ ഇൻഫോംഡ് ഏർലിയർ ബൈ സംബഡി എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഭാഗം എടുക്കുന്നത്. സോ ഇപ്പുറത്ത് മെനി വിക്ടിംസ് വുഡ് ഹാവ് എസ്കേപ്ഡ്. ഓക്കെ, വുഡ് ഹാവ് ആണ് വരിക. അപ്പുറത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട്. ഇഫ് യു മേക്ക് എ പ്രോമിസ് യു ഡാഷ് ഇറ്റ്, മസ്റ്റ് കീപ്പ്, ഹാവ് കെപ്റ്റ്, കെപ്റ്റ്, കീപ്പ്. ജിഷ ബാബു, പത്മ മോഹൻ, അനുപ്രിയ ടി എസ്, നീതു എം വി, വിജിഷ ബാബു, പ്രദീപ് എ, ജാസ്മിൻ ചോളക്കൽ, ലക്ഷ്മി കെ പി, ഐശ്വര്യ ആദർശ് ആർ വിത്ത് us right now. പ്രശാന്ത് 1981 എ, പാലിരട്ടൻ ശശി ഡി, അനുജ പ്രദീപ് എ, ശ്യാമോഹൻ ഡി, മീതു ജെന്നിങ്സ് എ. So right answer is if you make a promise. നിങ്ങളൊരു പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ യു മസ്റ്റ് കീപ്പ് ഇറ്റ്. ഓക്കെ, മസ്റ്റായിട്ടും അത് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇഫ് യു മേക്ക് എ പ്രോമിസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ ഇഫ് യു മേക്ക് എ പ്രോമിസ് എന്നാണ്. ഇവിടെ ഒരു മോഡൽ വെർബ് വേണം. മോഡൽ വെർബ് എന്ന് പറയുന്നത് വിൽ, അതുപോലെ ക്യാൻ, ഷാൽ. ഈ മോഡൽ വെർബ് വേണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമാണ്. മസ്റ്റ്, ഷുഡ്, വുഡ്. ഷാലിൻ്റെ ആണ്, ഷാലിൻ്റെ പാസ്റ്റ് ആണ് ഷുഡ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒക്കെ വേണം. സോ കീപ്പ് അല്ലാന്ന്. യു മേക്ക് എ പ്രോമിസ് യു മസ്റ്റ് കീപ്പ് ഇറ്റ്. മോഡൽ വെർബ് വേണം. അപ്പോൾ നിങ്ങളൊരു ഇഫ് യു മേക്ക് എ പ്രോമിസ് യു മസ്റ്റ് കീപ്പ് ഇറ്റ്, അതാണ് കണ്ടീഷണൽ ക്ലോസിൽ മോഡൽ വെർബ് വേണമെന്ന്. സാർ കുറച്ച് ഉറക്കെ, ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ഞാൻ സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ ആണോ? എന്തായാലും സമയം കഴിയാറായി. സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ഓക്കെ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണ്. ഇഫ് ഹി ഇൻവൈറ്റഡ് ഡാഷ്, ഷീ വിൽ കം, ഷീ വുഡ് ഹാവ് കം, ഷീ വുഡ് കം, ഷീ ഹാസ് കം. കമൽ ദേവ്, കമൽ യെസ്. നാജി വി കെ എം, നന്ദിനി കുട്ടിയമ്മ യെസ്. ദിവ്യ കെ, സൗണ്ട് ഓക്കെ. പലരോട്ട് ശശി ക്ലിയർ, യെസ് ക്ലിയർ. നീതു ജെന്നിങ്സ് സി, സൗമ്യ ശിവന, ലമീൻ സി, ഐശ്വര്യ ആദർശ് സി, ഗീതു നിർമ്മൽ സി, ആതിര നടേശൻ സി, അമൽ ജോസ് സി, രജീഷ് സി പി സി, ഫ്രാൻസി പോൾ സി, ജിസിൽ അബ്രഹാം സി. സോ ദ റൈറ്റ് ആൻസർ ഈസ് സി. ഇഫ് ഹി ഇൻവൈറ്റഡ് ഷീ വുഡ് കം. ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ വുഡ് ആണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ.
ഐ ഡാഷ് പ്രോഗ്രാം വിൽ ബി പോസ്റ്റ്പോൺഡ്. ഹെഡ്ഫോൺ യൂസ് ചെയ്തു ചെവി അടിച്ചു പോയെന്നാ തോന്നുന്നത്. ഡാഷ് ദ പ്രോഗ്രാം വിൽ ബി പോസ്റ്റ്പോൺഡ് ഇഫ് ഇറ്റ് റെയിൻഡ്, ഇഫ് ഇറ്റ് വാസ് റെയിനിങ്, ഇഫ് ഇറ്റ് റെയിൻസ്, ഇഫ് ഇറ്റ് വിൽ റെയിൻ. സോ കണ്ണൻ സി എസ് ക്ലിയർ, അനുരൂപ ടി സി, വിഷ്ണുദാസ് സി, ദിവ്യാം കെ സി, എലമെന്റ് സി, മേധു ജെനിംഗ് സി, പ്രശാന്ത് 1989 സി, Najivi came C. So the right answer is if it rains, the program will be postponed. മഴ പെയ്യുകയാണെങ്കിൽ, ഇത് സിമ്പിൾ പ്രസന്റ് ആണ്, അപ്പോൾ ഇവിടെ വിൽ വരണം. വിൽ ബി പോസ്റ്റ്പോൺ ബൈ സംബഡി എന്നുള്ള രീതിയിലാണ് ഇത് പാസീവായ കാരണം എടുക്കണതാണ് കേട്ടോ, നോക്കണ്ട ആവശ്യമില്ല. ഇഫ് ഐ ഹാവ് ദ മണി ഡാഷ് എ കാർ, ഐ വുഡ് ബൈ, ഐ വിൽ ബൈ, ഐ വുഡ് ഹാവ് ബോട്ട്. രേവതി കൃഷ്ണൻകുട്ടി സി, യമന റാണി, ഫിറ്റ് റെയിൻസ്, പത്മ മോഹൻ സി, ഫ്രാൻസി പോൾ, സൗമ്യ എസ് നായർ, കണ്ണൻ ആർ, ലക്ഷ്മി കെ പി, ശ്യാം മോഹൻ, പ്രശാന്ത്, അനുജ പ്രദീപ്, ഫ്രാൻസി പോൾ, മേധു ജെന്നിങ്സ്, ജസില അബ്രഹാം, ദിവ്യ, വിജിഷ ബാബു, ധന്യ അരുൺ. So the right answer is if I have the money, I will buy a car. So അപ്പോൾ നമ്മൾ ഈ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് നൈറ്റ്. അപ്പം നാളെ കാണാം. നാളെ ഇതേ സമയത്ത് 10:40 ഈ സെഷൻ ഉണ്ടായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് സൈനിങ് ഓഫ് ഫ്രം ആദർശ് രവീന്ദ്രൻ.